ഹായ്, ഞാൻ ബീന കൃഷ്ണ. നോക്കിയോ നിങ്ങളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് പഠിക്കുന്നത്. കണ്ടോ, ഇത് പുതിയ ടെസ്റ്റാണ് കേട്ടോ, അടിസ്ഥാന പാഠാവലി. അതായത് നമ്മൾ മലയാളം സെക്കൻഡ് എന്ന് പറയത്തില്ലേ, അതാ 5ാം ക്ലാസ് മുതൽ മലയാളം ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. അതിൽ ഫസ്റ്റ് കേരള പാഠാവലിയും സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയുമാണ്. പുസ്തകം തിരിഞ്ഞു പോകരുത് കേട്ടോ. ഫസ്റ്റ് കേരള പാഠാവലിയും സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയും. നോക്കിയേ, അതിൻ്റെ ഒന്നാമത്തെ നോക്കിയേ, കളിയല്ല കളി. അതിൻ്റെ ആദ്യം നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ കളിയല്ല കളി എന്ന് പറയുന്നില്ല. എന്താണ്ടേ ഒരു സാറ് നിന്ന് ഫുട്ബോൾ തട്ടുന്നുണ്ടോ, ബോൾ തട്ടുന്ന കുറേ കുട്ടികളും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താഴെ പറയുന്നത് നോക്കി. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി, അതും ആൺകുട്ടികളെ എതിർത്ത്. ഇതുവരെ കളിക്കാത്തതുകൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു. മാഷ് ഒരു അടി അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോഴല്ലേ രസം. പന്തിന് പകരം മാഷിൻ്റെ ചെരുപ്പ് പോസ്റ്റിലിടിച്ച് ഗോളായി. ഇതാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മാഷിൻ്റെ ചെരുപ്പ് ഊരി തെറിച്ച് പോയി ഗോളായിട്ട് അവിടെ ചെന്ന് വീഴുന്നതാണ്. ഇതൊരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ. നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ്. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കും ചില കുട്ടികൾ കളിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ. എല്ലാവരും പറയണേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ കളിയല്ല കളി എന്ന് പറയുന്ന ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അതായത് കളിയെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മെയിൻ പാഠത്തിലോട്ട് കയറാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് പാഠമാണ് ഞങ്ങളെ. നോക്കിക്കേ, ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം. വേണ്ടേ, ഇതാണ് നിങ്ങളുടെ കണ്ടോ പുസ്തകം കിട്ടിക്കാണുക പോലെ എല്ലാവർക്കും. പുസ്തകം എല്ലാവർക്കും കിട്ടിയോ കുഞ്ഞുങ്ങളെ? ഇത് പുതിയ പുസ്തകമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കിയേ, ഇതൊരു വെറൈറ്റി പേരുകളാണ് ഇതിനകത്തില്ലേ കേട്ടോ. എല്ലാം വെറൈറ്റി, നമ്മൾ ഇതുവരെ കേൾക്കാത്ത പുതിയ പുതിയ വാക്കുകൾ ഇതിനകത്തിലുണ്ട്. ഞാനത് പറയും, അത് വരുമ്പോൾ നിങ്ങളോട് പറയാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ ടോമോയിലെ കായികമേള. അത് തന്നെ നമ്മൾ കേൾക്കാത്ത വാക്കല്ലേ ഈ ടോമോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതൊരു പുതിയ വാക്കാണ് ടോമോയിലെ കായികമേള എന്ന് പറയുന്നത്. നോക്കിക്കേ, മറ്റെന്തിനും എന്ന പോലെ ഈ ടോമോയിലെ കായികമേളയ്ക്കുമുണ്ടായിരുന്നു ഒരു അപൂർവത. ഇതര എലിമെൻ്ററി സ്കൂളുകളിലേതിന് തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം. വടംവലിയും 3 കാലിൽ ഓട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളുകളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങളാണ്. ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ട മത്സരം. വായിച്ചത് മനസ്സിലാവുന്ന, അതായത് നമ്മുടെ ടോമോ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു ആ സ്കൂളിലെ കായികമേളയാണ്. എലിമെൻ്ററി സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ, ഒരു 8 വയസ്സിന് താഴെയുള്ള കൊച്ചു പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ 2 മത്സര ഇനങ്ങളാണ് ആ സ്കൂളിൽ പറഞ്ഞത്. 2 മത്സര ഇനങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വടംവലിയാണ്, രണ്ടാമത്തത് 3 കാലിൽ ഓട്ടവും. വടംവലിയും 3 കാലിൽ ഓട്ടവും. മറ്റുള്ളവയെല്ലാം അവിടുത്തെ സാറുമാർ തന്നെയാണ്. സാറെന്ന് വെച്ചാൽ മാസ്റ്റർമാർ തന്നെ കണ്ടുപിടിച്ച ചില കളികളാണ്. അത് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികൾ. ഇവിടെ രണ്ടെണ്ണേ പറയുന്നുള്ളൂ. ഇവിടെ വലിയ കായിക സാമഗ്രികളൊന്നും എന്ന് വെച്ചാൽ കളിക്കാനുള്ള ഒരു സാധനങ്ങളും വേറെ അവർക്ക് ആവശ്യമില്ല. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളിലൂടെ സഹായകമായി രൂപപ്പെടുത്തിയ ഇനങ്ങളാണ്. നോക്കിയേ, അവർ പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടം. നോക്കൂ നിങ്ങളെ, ഇത് കണ്ടോ, ഇതാണ് അവരുടെ ഒന്നാമത് പറഞ്ഞേക്കുന്നത്. ഇത് കണ്ടോ, ഇത് എന്തുവാണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. എന്താണ് നോക്കിക്കേ, മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീനെടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ ഈ മീൻ വായിലൂടെയുള്ള ഓട്ടം അവസാനിക്കുന്നു. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ.
ഇതിൻ്റെ പ്രത്യേകത നോക്കി ഞങ്ങളെ മത്സ്യത്തിൻ്റെ എന്ന് വെച്ചാൽ മീനിൻ്റെ ആകൃതി, മത്സ്യം എന്ന് വെച്ചാൽ മീനാണ് കേട്ടോ, മീനിൻ്റെ ആകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ, കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണിയുണ്ട്. നല്ല കട്ടിയുള്ള തുണിയുണ്ടല്ലോ, ഇത് തുണി വെച്ച് നിർമ്മിച്ചതാണ് കേട്ടോ, തുണി കൊണ്ട് നിർമ്മിച്ച് നല്ല കട്ടിയേറിയ തുണി വെച്ച് ഇങ്ങനെ നമ്മൾ ഈ ചിലയിടത്തൊക്കെ നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അതല്ലേ, കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് എന്നിട്ട് അത് ചായം തേച്ച് മൂടി പിടിപ്പിച്ച് മത്സ്യാകൃതി, ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് കേട്ടോ. ഇനി ഇവ ആകെ സ്കൂളിൻ്റെ മൈതാനം, സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കായിട്ടാണ് ഇതുകൊണ്ട് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ പറയും? ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും, അതായത് നമ്മൾ ഏത് സ്പോർട്സ് ഏത് പരിപാടി നടത്തുമ്പോഴും ആദ്യം ഒന്നുകിൽ അവർ വിസിലടിക്കുക അല്ലേ. ഇവിടെ പറയുന്നത് മണിയടി കേൾക്കുമ്പോൾ ഈ കുട്ടികൾ എന്താണെന്നറിയോ, ഈ മീനിൻ്റെ എടുപ്പുകളെ ലക്ഷ്യമാക്കി അവർ ഓട്ടം ആരംഭിക്കും. എന്നിട്ടോ ഓടി വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഇതിലേക്കൂടെ വായിലൂടെ കയറിയിട്ട് ഇതിലേ ചെന്നിട്ട് ഈ വാലിൻ്റെ അറ്റത്തൂടെ ഇറങ്ങി വരിക എന്നതാണ്. ടോമോയിൽ മൊത്തം ആകെ എത്ര ഉണ്ട്? 3 മത്സ്യങ്ങളേ ഉള്ളൂ. പുറത്തും കാണുമായിരിക്കും, അതാ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഓക്കെ ആണോ? ഇനി ആ പേജ് ആണോ? പാഠത്തിൻ്റെ പേരെന്താണ്? ടോമോയിലെ കായികമേള എന്നാണ്. ടോമോയിലെ കായികമേള. ആദ്യമേ എന്താണ്, അവിടെ ആ സ്കൂളിൽ ആകെ 2 മത്സര ഇനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ആ സ്കൂളിൽ 2 മത്സരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വടംവലിയും 3 കാലിൽ ഓട്ടവുമായിരുന്നു. പക്ഷേ അവിടെയുള്ള സാറന്മാർ വേറെ പിള്ളേർക്കും വേറെ കളികളൊക്കെ കൊടുക്കുമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടായിരുന്നു നമ്മുടെ ഈ മീൻ വായിലൂടെയുള്ള ഓട്ട മത്സരം. അതെങ്ങനെ ഇരിക്കുന്നതായിരുന്നു? മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഫുള്ള് ചായം അടിച്ച് കറക്റ്റ് മീനിൻ്റെ കൂട്ട് ഇതെല്ലാം ചായ അടിച്ച് വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് മണിയടി കേൾക്കുമ്പോൾ എന്താണ്, ഈ കരിമീൻ്റെ അടുത്തോട്ട്, കരിമീൻ എടുപ്പുകൾ എന്നാണ് പറയുന്നത് കേട്ടോ, കരിമീൻ എടുപ്പുകളുടെ ലക്ഷ്യമാക്കി ഈ കുട്ടികൾ ഓടുന്നു. എന്നിട്ടെന്താ, വായിലൂടെ പ്രവേശിച്ചിട്ട് വാലറ്റത്തുകൂടി തിരിച്ചിറങ്ങണം. എന്നിട്ടോ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ച് വന്ന് നിൽക്കണമെന്നാണ്. ടോമോയിലെ ആകെ 3 മത്സ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഇതിൽ കളിക്കാനും പറ്റത്തുള്ളായിരുന്നു. ഓക്കെ ആണോ? ഞങ്ങളെ എത്രയും ബാക്കി നോക്കിയേ. ഇനി അവർ പറയുന്നുണ്ട്, ഇത് സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം. നമ്മൾ വിചാരിക്കുക എന്തുവാ ഇതൊരു പാട്, ഇതിലേക്കൂടെ അങ്ങോട്ട് കയറില്ല, അതിലേക്കൂടെ ഇടുന്നതിന് എളുപ്പമല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ. ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഉദരം എന്ന് വെച്ചാൽ വയറ് ഭാഗം. ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ വയറില്ലേ, ഈ വയറ് ഭാഗം എന്താ കുഞ്ഞുങ്ങളെ, ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതും ആണ്. പിന്നോ ദിക്ക് ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട. ദിക്ക് ഭ്രമം, നമുക്ക് ഇതെന്താ എവിടോട്ടാണ് നമ്മൾ ചെല്ലുന്നത് എന്തുവാന്നൊക്കെ അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് തോന്നുവന്ന്. പിന്നെ ടോട്ടോച്ചാൻ. ഇനി ഇതിനകത്തിലെ ഓരോ കഥാപാത്രത്തിൻ്റെ പേരാണ്. ഒന്ന് ടോട്ടോച്ചാൻ. ഈ ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇത് ഈ മീനിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. അന്നേരം നമ്മൾ ചിലപ്പം അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഇരുട്ടുമായിപ്പോയി. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങോട്ടാണ് പിന്നെ പോകുന്നതോ വരുന്നതെന്നോ അറിയാൻ വയ്യാതെ ചിലപ്പം നമ്മൾ കയറിയിടത്തൂടെ തന്നെ ഇറങ്ങി വരുന്നതായിട്ട് തോന്നുമെന്ന്. അപ്പം അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയും നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിലോട്ട് വരുമ്പോൾ കുട്ടികളും ടീച്ചർമാരും ഒക്കെ എവിടെ നിൽക്കുമ്പോൾ നാണക്കേട് കൊണ്ട് തിരിഞ്ഞ് വീണ്ടും ഉള്ളിലോട്ട് പോകുമെന്ന്. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടെ ഓട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ ഈ കരിമീൻ തടികൾ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. ഇനി ഈ കുട്ടികൾ ഇതിനകത്ത് കയറി എങ്ങോട്ടാണോ പോകേണ്ടതെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ മീൻ ഇത് കിടന്ന് അനങ്ങുന്നത് കാണുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ജീവനുള്ള മീൻ കിടന്ന് അനങ്ങുന്നത് പോലെ നമുക്ക് തോന്നുമെന്ന്.
ഓക്കെയാണോ നിങ്ങളെ? അടുത്ത് നോക്കിയേ, രണ്ടാമത് പറയും. ഇപ്പം മീനിൻ്റെ കഴിഞ്ഞു. അടുത്ത ഇനിയും പറയുന്നത് വടംവലിയെക്കുറിച്ചാണ്. ഇതത്തിനെക്കുറിച്ചാണ് വടംവലി. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹേ ഹോ ഹേ ഹോ എന്നാർപ്പ് വിളിയുമായിട്ട് അടുത്തൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് കോബായാഷി. നമ്മളിപ്പം ടോട്ടോ ചായനെക്കുറിച്ച് പറഞ്ഞു. അടുത്ത കോബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. ആ മാസ്റ്ററുടെ പേരെന്താണ്? കോബായാഷി. കേട്ടോ, ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണേ. പിന്നെ വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി ചായന്, ഇനി അടുത്തൊരു പേരാണ് യാസ്വാക്കി. കേട്ടോ, വടംവലിയിൽ എന്താണ് യാസ്വാക്കിയുടെ പ്രത്യേകത? അതിന് കാല് വയ്യാത്തതാണ് കേട്ടോ, നടക്കാൻ പറ്റാത്തൊരു കുട്ടിയാണ് നമ്മുടെ യാസ്വാക്കി ചായന്. അപ്പോൾ ഈ പടം കണ്ടോ നിങ്ങൾ? കണ്ടോ, കുട്ടികൾ വടം വലിക്കുമ്പോൾ അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ടോ? അതാണ് യാസ്വാക്കി ചാൻ. ഈ യാസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല അങ്ങ് ഏറ്റെടുക്കും. ഇവർക്ക് വടം വലിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇവരെന്താണ്, ഇത് നിയന്ത്രിക്കുന്ന ചുമതല, അതായത് എത്ര പേര് അപ്പുറത്ത് നിൽക്കണം ഇപ്പുറത്ത് നിൽക്കണമെന്നും പോയിൻറ്റിൻ്റെ അപ്പുറത്തോട്ടാണോ ഇപ്പുറത്തോട്ടാണോ, പിന്നെ അതിൻ്റെ നടുക്കൊരു റിബൺ എടുത്ത് കെട്ടും, അതിൻ്റെ പോയിൻറ്റ് കാരണം അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളാണ്. വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് ഇങ്ങനെ നിൽക്കുമെന്ന് നമ്മൾ പറയത്തില്ലേ? അവിടെ നിങ്ങൾ വടംവലിയൊക്കെ കാണാൻ പോയിട്ടുണ്ടോ? നിങ്ങളെ ഉണ്ടോ? അതിൻ്റെ നടുക്കായിട്ട് അവരെന്താണ്, ഒന്നുകിൽ ഒരു വലിയ റിബണോ അല്ലെ എന്തെങ്കിലും അതുപോലെയുള്ളത് കെട്ടും. എങ്കിലേ എന്താ ദൂരെ നിൽക്കുമ്പോൾ ആ പോയിൻറ്റിന് അപ്പുറമാണോ ഇപ്പുറമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വയ്യാത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെയാണ് എന്താണ് ഇത് ആരാണ് ജയിച്ചതെന്നും പോയിൻറ്റിന് അപ്പുറമാണോ ഇപ്പുറമാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരുത്തുന്നത്. ഓക്കെയാണോ? അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. ഇനി അടുത്തത് ഓട്ട മത്സരത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം മീനിനകത്തിലെ കഴിഞ്ഞു, രണ്ടാമത്തെ വടംവലി കഴിഞ്ഞു, മൂന്നാമത്തെ എന്താണ് ഇനിയും ഓട്ട മത്സരത്തെക്കുറിച്ചാണ്. ഓരോ ഗെയിമുകളെക്കുറിച്ച് ഓർത്തോണേ നിങ്ങളെ. ഓട്ട മത്സരം, ഈ ടോമോയിലെ ഓട്ട മത്സരം എല്ലാത്തിൽ നിന്നും വ്യത്യാസമാണെന്നാണ് പറയുന്നത്. എന്താ, ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. ദീർഘദൂരം വെച്ചാൽ കൂടുതൽ കേട്ടോ, കൂടുതൽ ഓട്ട മത്സരത്തിന് ഓടേണ്ട കാര്യമില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും താഴേക്കും മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങൾ അവിടെ അസംബ്ലി ഹാളിലേക്ക് പോകുന്ന അർദ്ധവൃത്താകാരം എന്ന് വെച്ചാൽ എന്താണ്, പകുതി വൃത്താകാരം. അർത്ഥം എന്ന് വെച്ചാൽ പകുതി വൃത്തം ആകൃതിയുള്ള ഒരു കോൺക്രീറ്റ് പടവുകൾ, കോൺക്രീറ്റിൻ്റെ പടിയാണ്. അത് മേപ്പോട്ടും താപ്പോട്ടും ഇറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അത് തികച്ചും നിസ്സാരമെന്നും അത് നമുക്ക് തോന്നാം. മറ്റേതും അതുപോലെ ഇല്ലയോ, കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ ഇത് അത്ര എളുപ്പമൊന്നുമല്ല. എന്തുകൊണ്ടാണ്? പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. എന്താണ്, ആ പടികൾ നേർത്തതും എന്ന് വെച്ചാൽ നമുക്ക് ചാടി കയറി പോകുമ്പോൾ നമ്മുടെ വണ്ണം ഉള്ളവരാണെങ്കിൽ എന്താ, നമ്മുടെ ഈ തോളൊക്കെ ചെന്ന് ആ ഭിത്തിയെ ചെന്ന് ഇടുക്കി അതുകൊണ്ടാണ് ഇത് നേർത്തതും ഇടുങ്ങിയതുമാണ്. ഓരോ കാൽവെപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മളങ്ങനെ ചാടി ഒറ്റ ഓട്ടത്തിന് ചിലപ്പം ചിലവർ ഒരു പടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പടിയൊക്കെ വെക്കുന്നത് അറിയാമോ? അങ്ങനെയൊന്നും ചാടാനൊന്നും പറ്റത്തില്ല. എല്ലാ പടിയും ചവിട്ടി വേണം മേളിൽ പോവാൻ. മനസ്സിലായോ? എല്ലാത്തിനും ഓരോ റൂളുണ്ടല്ലോ. അപ്പോൾ എല്ലാ പടിയും ചവിട്ടി വേണം മേളിൽ ചെല്ലാൻ. നീള കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകൾ ഉള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. എന്ന് വെച്ചാൽ എന്താ, നീളമുള്ളവർക്കാണെങ്കിൽ മേളിൽ ചെന്ന് തട്ടും, വണ്ണമുള്ളവർക്കാണെങ്കിൽ സൈഡിൽ നമ്മുടെ തോള് രണ്ടും സൈഡിൽ ചെന്ന് ഇടുക്കി ഇരുവശങ്ങളും ഇടിച്ചിടിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വട്ടം മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നും. അതാ ഇവിടെ വെള്ളം കുടിച്ചത് തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത്. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ എന്ന പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. അതായത് നമ്മൾ ഈ ഇൻ്റർവെല്ലൊക്കെ വിടുന്ന സമയത്ത് മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ ചാടി ഇറങ്ങി നടക്കുന്നെങ്കിലും നമ്മൾ ഒരു വട്ടം ഒരു 10 വട്ടമെങ്കിലും നമ്മൾ കയറി ഇറങ്ങുമല്ലേ ഓരോ ഇൻ്റർവെല്ല് വിടുമ്പോഴും. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ, പിന്നെ ബാത്റൂമിൽ പോകാൻ, ഇങ്ങനെ ഓരോന്നിനും നമ്മൾ മുകളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങും. പക്ഷേ ഈ ഒരു സമയത്തിൽ ഈ പടവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഇല്ലയോ? കാരണം അന്നേരം നമുക്ക് നമ്മളൊരു ഗെയിമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം അത് നടത്താൻ. ആകെ 8 പടവുകൾ, മൊത്തം 8 പടികളേ ഉള്ളൂ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കും.
അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുന്നത്. ഓക്കെ, നോക്കൂ ഞങ്ങളെ അടുത്ത നമ്മൾ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞായിരുന്നു അല്ലേ. അടുത്ത ടോട്ടോ ചാൻ. ടോട്ടോ, ഇത് വെറൈറ്റി പേരുകളായെല്ലാവരും കേട്ടോ. ടോട്ടോ ചാൻ്റെയും ഒന്നാം തരത്തിലെ മറ്റു കുട്ടികളുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് അസാധ്യകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് തകാഹാഷി. കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ ആ പേര് വല്ലതും? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ ഈ പേരുകളൊക്കെ. എന്താണ് തകാഹാഷി? എല്ലാ ഇനത്തിലും അവൻ ഒന്നാമനെത്തിയെന്ന്. എന്താണ് അവൾ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു ആർക്കും. കാരണം ഒരു ഇച്ചിരിയേ ഉള്ളൂ, ഇവൻ ഇതൊക്കെ എങ്ങനെ നേടുന്നു എന്ന് നമ്മൾ പറയത്തില്ലയോ. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഈ തകാഹാഷി നോടി നേരം കൊണ്ടാണ് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏടിപ്പടികൾക്കിടയിലെ നൂഴ്ന്നു കയറ്റം ആരംഭിച്ചതേ ഉള്ളൂ. ചില കുട്ടികളൊക്കെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാം. കാരണം ഒരു എത്ര വെട്ടം ഇറങ്ങണം കയറണമെന്നൊക്കെ ഓരോ ഇതുണ്ടല്ലോ. അപ്പം അതിനകത്തിൽ കുറേ പേര് അവിടെ ഏണിപ്പടികൾക്കിടയിൽ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേ ഉള്ളൂ. അവനതാ തിരിച്ചിറങ്ങി. ആരാണ്? നമ്മുടെ തകാഹാഷി അല്ലേ. ഏതാനും വാരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാനും വാരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. ഓട്ടമത്സരം നടത്തപ്പം ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ അവിടെ കിടന്ന് പാടുപെടുകയാണ്. പക്ഷേ തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ ഈ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ, പറ്റില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവന് തന്നെ. ടോട്ടോ ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷേ അവർക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചിട്ടുള്ള ഓട്ടമത്സരമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ ചിലപ്പോൾ കഴിയുമായിരിക്കും അല്ലേ. പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ. ഇത് നോക്കൂ നിങ്ങളെ അടുത്ത കണ്ടോ, സമ്മാനദാനത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അതായത് ഒരു വീരനായകൻ്റെ, ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് പടവും കാണാൻ പറ്റുമല്ലോ അല്ലേ. ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെയാണ് നോക്കിയത് അല്ലേ. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടെ സവിശേഷത. ഇനി ഈ സമ്മാനത്തിനുമുണ്ട് സവിശേഷത. എന്താ നോക്കിക്കേ. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേനയാണ്, അല്ലെങ്കിൽ മത്തങ്ങയാണ്. രണ്ടാം സമ്മാനം 2 ഉരുളൻകിഴങ്ങാണ്. മൂന്നാം സമ്മാനവും ഒരു പിടി ചീരയാണ്. ഇങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ ആർക്കറിയാം, ഈ തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ. കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? അതായത് തെത്സുക്കോ കുറോയാനഗി. ഇത് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത് അൻവർ അലിയാണ്. കേട്ടോ, എങ്ങനെയുണ്ട് കഥ? കൊള്ളാമോ? അതായത് നമ്മൾ പറഞ്ഞു ആദ്യമേ ഈ സ്ഥലത്തിൻ്റെ പേരറിയണം. ടോമോ എന്നാണ്. ടോമോയിലെ കായികമേള എന്നാണ്.
ഈ ടോമോയെക്കുറിച്ച് എന്താണ്, ടോമോയിലെ കായികമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 കളികൾ മാത്രമേ ആ സ്കൂളിൽ പറഞ്ഞുള്ളൂ. എന്താ, വടംവലിയും 3 കാലിൽ ഓട്ടവും. പക്ഷേ അവിടുത്തെ അധ്യാപകർ എന്ത് ചെയ്തു, വേറെയും കായിക പരിപാടികൾ അവിടെ നടത്തിയിരുന്നു. അതിൽ ഒന്നാമത്തെ സ്കൂളിലെ പരിപാടിയായിരുന്നു ഈ മീൻ വായിലോട്ടം. എന്താണ്, വായിലൂടെ കയറി വാലിലൂടെ ഇറങ്ങുക എന്നുള്ളത്. പക്ഷേ അത് എളുപ്പമുള്ള കാര്യമായിരുന്നു അല്ല. എന്താണ്, അതിൻ്റെ വയറിൻ്റെ പകുതി ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഇരുട്ടും, പിന്നെ എങ്ങോട്ട് പോകുമെന്നറിയാൻ വയ്യാതെ നമുക്ക് ദിക്ക് എന്താ, തെക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ അതോ എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുക അല്ലേ. അങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കും ഈ മീനിൻ്റെ അല്ലേ. പിന്നെ അവർ വടംവലിയെക്കുറിച്ചാണ് പറഞ്ഞത്. വടംവലിയിൽ എൻ്റെ കാല് വയ്യാത്ത പയ്യനാണ് അത് നോക്കി തീരുമാനിക്കുന്ന അതിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്കൂളിലെ എന്താണ്, ഓട്ട മത്സരത്തെക്കുറിച്ചാണ്. ഓട്ട മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പടിയിൽ മുകളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അതും അത്ര എളുപ്പമൊന്നുമല്ല. എന്താ, നേർത്തതും ഇടുങ്ങിയതുമായ പടിയായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്, കുട്ടികളെല്ലാം കൂടെ മൊത്തം 8 പടികളുണ്ട്. അവർ മേപ്പോട്ടും താപ്പോട്ടും ഇറങ്ങുന്നതിനെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. പിന്നെ നമ്മൾ തകാഹാഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഏത് മത്സരം വന്നാലും നമ്മുടെ തകാഹാഷിക്കാണ് 1ാം സമ്മാനം കിട്ടുന്നതിനെക്കുറിച്ച് അല്ലേ. പരമാവധി എല്ലാവരും, പക്ഷേ ഈ തകാഹാഷിയെ പൊട്ടിക്കാനായിട്ട് ബാക്കിയുള്ള എല്ലാവരും ആവുന്നത്ര നോക്കിയിട്ടും നടന്നില്ല. നമ്മുടെ സമ്മാനം കിട്ടിയത് നോക്കിക്കുക, ആർക്കാണ്, തകാഹാഷിക്കാണ് സമ്മാനം കിട്ടുന്നത്. തകാഹാഷി കേട്ടോ. ഈ സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ചേനയും മത്തങ്ങയും ഉരുളൻകിഴങ്ങ്, ചീര, ഇവയൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ ഈ അധ്യാപകൻ കണ്ടുപിടിച്ചതാണോ അല്ലേ, അതിനെക്കുറിച്ചാണ് അതാണ് ലാസ്റ്റിൽ പറയുന്നത്. എങ്ങനെയുണ്ടോ, നിങ്ങളെ കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇത് വായിച്ചത് മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ വായിച്ചു തരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. മിക്ക കുട്ടികൾക്കും മലയാളം വായിക്കാൻ നല്ലതുപോലെ അറിയത്തില്ല, അല്ലെങ്കിൽ തരാൻ അടുത്താരും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വായിച്ച് നിങ്ങളെ പഠിപ്പിച്ച് തരാം കേട്ടോ. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഓക്കെ, താങ്ക് യു.